ഹലോ ഡിയേഴ്സ്, ഇപ്രാവശ്യത്തെ നാട്ടിപ്പോക്കേ നമ്മൾ മറ്റേ ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ ആ ഒരവസ്ഥയായിരുന്നു കേട്ടാ. വെറും 3 ദിവസമേ ഉണ്ടായിരുന്നല്ലോ നമ്മൾ നാട്ടിൽ. മൊത്തത്തിൽ തിരക്കായിരുന്നു. വീഡിയോസ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയതുമില്ല. എനിക്കാണെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട വിഭവങ്ങളൊന്നും ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ പോയാലും ഉടനെ തന്നെ വേഗം തിരിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഒരു സമാധാനത്തിൽ നമ്മൾ പോവാണേ. നല്ലോണം ഷോട്ട് ചെയ്ത ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടാ. മോനൂട്ടൻ ഇനി വീഡിയോസിലൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. ആളിതാ പോയിരിക്കും അകത്ത് ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ വീഡിയോസിലെങ്ങാനും പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ ഇങ്ങനെ ഹെൽമെറ്റ് ധാരിയായിട്ട് മാത്രമേ ആൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടാ. എന്നോട് തണ്ടക്ക മൊത്തത്തിൽ കലിപ്പ. അവസാനം ഞാൻ പറഞ്ഞു, മോനെ ഒരു മാക്സിമം ഒരാഴ്ചയിലുള്ളിൽ ഈ മുടി നന്നായിട്ട് കിളിച്ച് വരുമെന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു തരത്തിൽ സമാധാനിപ്പിച്ചെടുത്തു കേട്ടാ. സ്പ്രേ അടിക്കുന്ന കണ്ടപ്പോൾ അതേ കുഞ്ഞപ്പൻ കൈയും പൊക്കിക്കൊണ്ട് വരുന്ന കണ്ട. അങ്ങനെ അതേ ബാഗൊക്കെ പാക്ക് ചെയ്ത് മോനൂട്ടൻ്റെ ബാഗ് അവൻ്റെ തോളിൽ ഇട്ട് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങുവാണേ. ഞങ്ങൾ പോകാൻ ഇറങ്ങുന്ന കണ്ട് അകത്തൊരാൾ ആകെ മൊത്തം വാടി തളർന്ന് നിൽക്കുക കേട്ടാ. പിന്നെ ഞങ്ങൾ ഉടനെ വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതാ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ ഹാപ്പിയായി. ഇറങ്ങാൻ നേരമോ ഞാനൊരു കാര്യം ഓർത്തത്, കുറച്ച് മണിപ്ലാന്റിൻ്റെയൊക്കെ തണ്ടൊന്ന് ഒടിച്ചുകൊണ്ട് പോകാമെന്ന്. അവിടെ ഉപ്പുവെള്ളമാണ്, എന്നാലും നമുക്ക് ഈ ചെടികളോടുള്ളൊരു പ്രാന്ത് കാരണമേ എവിടെ ചെന്നാലും ഇച്ചിരി വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും. പക്ഷേ ഇത് അവിടെ പോയാൽ കിളിക്കോ എന്തോന്നറിയില്ല. ഉപ്പുവെള്ളം ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയതെല്ലാം നശിച്ചു പോവുക ചെയ്തത് കേട്ടോ. ഇനി ഒരു ചെടിയും അങ്ങോട്ട് കൊണ്ടുപോയി നശിപ്പിക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചതാട്ടാ. എന്നാലും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ചെടിപ്രാന്തി എന്നോട് പറയും, ഒടിക്കൊടിക്ക് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. എന്തായാലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ 2 കമ്പൊക്കെ ഒടിച്ച് ഞാൻ ബാഗിൽ കയറ്റി കേട്ടാ. നമ്മുടെ ട്രെയിൻ കൊല്ലത്തുനിന്നാട്ടാ. അതുകൊണ്ട് നമ്മൾ പാതി വഴി ഓട്ടോയിലും പാതി വഴി ബസ്സിലും ആട്ടാ പോയത്. ഞങ്ങൾ ഈ തനിച്ചുള്ള യാത്രയിലൊക്കെയാ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് എൻ്റെ മോനൂട്ടൻ എത്ര വലുതായെന്ന്. ഓരോ കാര്യങ്ങളും ഭയങ്കര ഉത്തരവാദിത്തത്തോടു കൂടി ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യുന്ന കാണുമ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നും കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ. കൊച്ചു കുറേ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ. എനിക്കിപ്പോഴേ ഒരു ഭയങ്കര മെൻ്റൽ സപ്പോർട്ടാട്ടാ അവൻ. ഈ യാത്രാ സമയങ്ങളിലാട്ടാ എനിക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കുഞ്ഞപ്പനാണെങ്കിൽ എന്തോ സ്നാക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇതാ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക കേട്ടാ. ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് അവൻ്റെ ഫേവറേറ്റ് ആണ്. അതും പിന്നെ ബിങ്കോയോ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് വന്ന് സമാധാനമായിട്ട് കയറാൻ പറ്റും. അതുകൊണ്ടാട്ടാ ഞാൻ ഈ ട്രെയിൻ തന്നെ മിക്കവാറും ബുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ ട്രെയിനിൻ്റെ ഇൻസിഡൻറ്റ്. അത് കാരണം കുറേ നേരത്തെ വന്ന് ഈ ട്രെയിനകത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നാലും സാരമില്ല, സമാധാനം ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. മോനൂട്ടൻ ഏകദേശം പഠിച്ചിട്ടുണ്ട് കേട്ടോ. കോച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ സീറ്റ് എവിടെയാണെന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് അറിയത്തില്ല. പാടെ ഒരു ടെൻഷനായി ഇതിനകത്ത് കയറി നമ്മുടെ സീറ്റിലൊന്ന് ഇരിക്കുന്നത് വരെ. നമ്മൾ ചോറൊക്കെ നല്ല വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ എടുക്കുന്നതിന് മുമ്പേ ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കാം. ഏകദേശം 12:30-1 മണിക്കാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നേരത്തെ കഴിച്ചിട്ട് 8 മണിക്ക് മുമ്പ് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. നല്ല ഒന്നാന്തരം വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഈ വാഴയിലയിൽ പൊതിഞ്ഞ ആ മണമൊക്കെ ആയിട്ട് എന്നാ ഒരു ടേസ്റ്റ് ആയിരുന്നെന്നറിയാവോ പൊതിച്ചോറിന്. മോനൂട്ടൻ എക്സാം ആട്ടാ. അപ്പം ഞാനാണെങ്കിൽ ട്രെയിനിൽ കിട്ടിയ ഒരു ഏകദേശം 5-5.5 മണിക്കൂർ കിട്ടും. ഈ സമയത്ത് അവനെ ഒരു 2-3 ചാപ്റ്ററൊക്കെ പഠിപ്പിച്ചെടുക്കാമല്ലോ. എല്ലാം പഠിച്ചിരിക്കുകയാണ്, എന്ന് റിവൈസ് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് മിസ് ചെയ്ത നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അവനെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവനെ ഇത് പഠിപ്പിക്കുക കേട്ടാ. ഏട്ടനാണെങ്കിൽ അതിനിടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ സേഫായിട്ട് കയറിയോന്നറിയാൻ വേണ്ടിയിട്ട്. കുഞ്ഞപ്പൻ ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ ഉറങ്ങണമെന്ന് പറഞ്ഞ് മോനൂട്ടനെയും വിളിച്ച് അവൻ പഠിച്ചുകൊണ്ടിരുന്നതാ. അവനെയും വിളിച്ച് അടുത്ത് കിടത്തി ഇതാ പുതച്ച് മൂടി കിടക്കുക കേട്ടാ. പക്ഷെ അവൻ ഉറങ്ങിയൊന്നുമില്ല. ചുമ്മാ അവിടെ കിടന്ന് കുറച്ച് കളിച്ചിട്ട് അവിടെ മാറി ബഹളം വെച്ച് നടക്കായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. കിടന്നാൽ ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ചാടി എഴുന്നേറ്റ് കേട്ടാ. കുഞ്ഞപ്പം ഭയങ്കര ബഹളമായിരുന്നു ട്രെയിനിനകത്ത്. ഇപ്രാവശ്യത്തെ യാത്രയിൽ കുറേ തൊന്തരവ് തന്നു കേട്ടാ. അവൻ ഉറങ്ങാതെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ബസ്സിലാണെങ്കിൽ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുമല്ലോ, ഇങ്ങനെ ബഹളം വെക്കത്തില്ലല്ലോ എന്ന്. പക്ഷേ ഇത്രയും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനും പറ്റത്തില്ലല്ലോ ബസ്സിലാണെങ്കിൽ. ഇടയ്ക്കെങ്ങാനും പിള്ളേരൊന്നും ഉറങ്ങിപ്പോയാലും വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ ട്രെയിനാണ് കുറച്ചും കൂടെ സേഫ്. ഇതാ നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടാ. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേ മോനൂട്ടൻ്റെ സൈക്കിളിൻ്റെ കാറ്റാരോ ഊരി വിടുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രില്ലിനകത്തെടുത്ത് സൈക്കിൾ സേഫായിട്ട് വെച്ചിട്ടാട്ടാ പോയത്. വന്നപ്പോൾ തന്നെ പിന്നെ ഇത് തിരിച്ചിറക്കലായിരുന്നു ആദ്യത്തെ പരിപാടി. മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയിരിക്കുന്ന കാരണം അത്രയ്ക്ക് നാശമായിട്ടൊന്നും ഇല്ല കേട്ടോ. പൊടിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമല്ലേ ഉള്ളൂ നമ്മൾ പോയിട്ട്. അപ്പോൾ പിന്നെ ഒരു ഹാഫ് ആൻ അവറിൽ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് എന്നെ മോനൂട്ടൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടാ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ കഴുകാനുണ്ടായിരുന്ന എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നേരെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് കുഞ്ഞപ്പനെ കുളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക കേട്ടോ. ആദ്യം തന്നെ വന്നാൽ 2 പേരെ ഞാൻ കുളിപ്പിച്ചിട്ടേ വേറെ പരിപാടിക്ക് വിടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് ഈ ട്രെയിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. വീട് പിന്നെ മൊത്തത്തിലൊന്ന് തൂക്കണം, ഒന്ന് തുടയ്ക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും വേണ്ട. നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേഷം പോലും മാറാതെ ക്ലീൻ ചെയ്യുക കേട്ടാ. എനിക്ക് ഈ പണിയും കൂടെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണം.
ബെഡ്റൂമിൽ നമ്മുടെ കട്ടിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റൊക്കെ ഞാനങ്ങ് മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റ് വിരിക്കും കേട്ടോ. നമ്മളിതാ മടക്കി വെച്ചിരുന്ന നമ്മുടെ പുതയ്ക്കുന്ന ഷീറ്റെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് മാത്രം നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇതിനകത്തൊക്കെ ചിലപ്പോൾ പൊടി പിടിച്ച് കിടപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറെ ബെഡ്ഷീറ്റ് വിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്താൽ കേട്ടോ, എവിടെയൊക്കെയോ പോയി. കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പരിപാടികൾ ഏകദേശം തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വന്ന് അടുത്തുള്ള കടയിൽ പോയി ദോശമാവ് വാങ്ങിക്കുക, ചട്നി ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക. എങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.